AC ചാർജിങ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. നമ്മുടെ ഇൻവെർട്ടറിൽ നമുക്ക് AC ചാർജിങ് അതാ ഒന്ന് നോക്കി ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് 1500 വീട്, ഇത് 2500 വീടും 1350 വീടൊക്കെ ഏകദേശം ഒരു സെയിമാണ് നമ്മുടെ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്, അതുപോലെ കാണിക്കാൻ പോകുന്നത്, നമ്മുടെ MPPT കുറിച്ചിട്ടൊരു വിശദ വിവരണം, അതുപോലെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ നമ്മൾ ഇൻബിൽറ്റ് MPPT ഉള്ളത് ഇൻവെർട്ടർ വെക്കണോ, അതുപോലെ സെപ്പറേറ്റ് ഇൻവെർട്ടറിൽ എന്തെല്ലാം പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കണം, വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നെല്ലാമായിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ കേട്ടോ. ഇന്ന് ഒരു സമയം കിട്ടിയപ്പോൾ, മറ്റേ ഞങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരം കാസർഗോഡും വരെ ഇങ്ങനെ അങ്ങോട്ടും കറങ്ങിയിരിക്കുന്നു. ഒരു സമയം കിട്ടിയപ്പോൾ ഉച്ച സമയത്ത് നമ്മളെ വർക്കേഴ്സ് കംപ്ലീറ്റ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ സെറ്റ് ചെയ്താൽ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പേ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ ആ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് അത് എത്തിച്ചേരുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മളെ സുഹൈൽ ഒരു ഭക്ഷണം നേരത്തെ കഴിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അതുപോലെ അതിന് ഫസ്റ്റ് ആത്മാർത്ഥത നോക്കണം, അവർക്ക് സമയം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഇൻവെർട്ടറും കാര്യങ്ങളും അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളാണ്. നമുക്കിതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഇൻവെർട്ടർ നമ്മളെ അതിൽ പൊതുവെ പറയുന്ന കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇൻബിൽറ്റ് MPPT ഇൻവെർട്ടറിലെ സിസ്റ്റം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിപ്പോൾ ഒരു 1.5 12 വോൾട്ട് സിസ്റ്റത്തിന് 1500 രൂപയുടെ ഇൻവെർട്ടറാണ് കേട്ടോ. പക്ഷെ അതെന്താ ചോദിച്ചാൽ നമ്മൾ ഈ പണി നിർത്തിയതാണ്. കാരണം ഈ നമ്മുടെ ഇൻബിൽറ്റ് MPPT ഇൻവെർട്ടർ സിസ്റ്റം ഒക്കെ ചെയ്തിരുന്നു. കാരണം അതിന് ഒരുപാട് ഡീമെറിറ്റുകളുണ്ട്. അതിൽ ഞാൻ 1-2-3 പോയിന്റുകൾ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻ കേസ് നമ്മുടെ MPPT സിസ്റ്റം ഇപ്പോൾ ആ സ്ഥലത്താണ് ഞാൻ ആ ബാക്കി പറയുന്നത്. നമ്മൾ MPPTയുടെ ഭാഗം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, ഒറ്റ ഡിസ്പ്ലേയിൽ രണ്ടും ഒരുമിച്ച് കാണും. ഞാൻ അതിൻ്റെ നിന്നോ ഒരുപാട് ആളുകളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങളൊന്നും നമുക്ക് എല്ലാം കൂടെ മറുപടി കൊടുക്കാൻ നമുക്ക് പ്രയാസങ്ങളാവും. അപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ നമ്മൾ ഇൻവെർട്ടറിൽ MPPT ഇൻബിൽറ്റ് വരുമ്പോൾ ഇൻ കേസ് അത് കംപ്ലൈൻ്റ് ആയത് കരുതിക്കോ. അപ്പം നമ്മൾ വീട്ടിലെ ആളുകൾ ഇപ്പോൾ കംപ്ലൈൻറ്റിലെ കാര്യങ്ങളൊന്നും അറിയില്ല. ഭാവിയിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന സമയത്ത് നവാസേ എന്നുണ്ട്, അല്ലെങ്കിൽ ഈ ആരാണ് കൊടുത്ത അയാൾക്ക് വിളിക്കും, എന്താണത് കണ്ട് വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, ഒരു ഗുണമില്ലല്ലോ എന്ന് പറയും. അപ്പോഴാക്കാരം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ MPPT വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻവെർട്ടർ അടക്കം നിങ്ങൾ തൂക്കിക്കൊണ്ടുപോയി അത് സർവീസ് ചെയ്യുന്നത് എവിടെയാണോ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്താവും, നമ്മൾ വീട്ടിലത്തെ സോളാർ സിസ്റ്റം ആണ് കട്ടായാലും നമുക്ക് കറണ്ടിൻ്റെ ആ ഒരു വേരിയേഷൻ ഉണ്ട്. നമുക്ക് കറണ്ട് പോകുമ്പോൾ നമുക്കൊരു ഇൻവെർട്ടർ സിസ്റ്റം വേണ്ടേ, അത് നഷ്ടമാവും. അപ്പോൾ നമ്മളിത് ഇൻവെർട്ടർ MPPT ഇല്ലാന്ന് ഇരിക്കും. ഇത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താവും, നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല, ആ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. അത് നമ്മുടെ MPPT ഇൻ കേസ് ഒരു കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് MPPT ഒന്നുകൂടി ഒരുപാട് കാലത്ത് നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാം. അതിൻ്റെ പൂർണ്ണത പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ എഴുതി തയ്യാറാക്കി ചെയ്യലില്ല, അത് നിങ്ങളെ കംപ്ലീറ്റ് പറയില്ല. അപ്പോൾ അത് മറക്കരുത്. ഹാരിസൺ, നമ്മുടെ ക്യാമറമാൻ ഹാരിസൻ്റെ നമ്മളോടൊപ്പം. ഓക്കെ, നമ്മുടെ MPPT ഇങ്ങോട്ട് തന്നെ വരണം. ഇത് ഓരോ സെക്ഷനിലാണ് കേട്ടോ. നമ്മളെ ഇപ്പോൾ ഇവിടെ 5 kW ഇൻവെർട്ടറിൻ്റെ സെറ്റിങ്സ് ബോക്സ് ഇത് കൊടുന്ന് വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് വരാം, ഞാൻ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തട്ടെ. അപ്പോൾ ഇത്തരത്തിലൊക്കെ വെക്കുമ്പോൾ ഇത് കംപ്ലൈൻറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ MPPT കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് തൂക്കിക്കൊണ്ടായാൽ മതി. നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ സിസ്റ്റം നമുക്ക് അവിടെ നിലയ്ക്കുണ്ടാവും. അപ്പോൾ 2-3 ദിവസം ആയാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്താ ചോദിച്ചാൽ, നമ്മളിത് ആദ്യ സമയങ്ങളിൽ ഇതൊക്കെ ചെയ്ത് ഇതിൻ്റെ ഡീമെറിറ്റുകൾ അറിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മാറിയതാണ്. ഇതിൽ നമ്മുടെ MPPT നമുക്കറിയാലോ, ഇത് 60 ആംപിയറിൻ്റെ 24 വോൾട്ടിൻ്റെ നമുക്കറിയാലോ. ഒരു ടൊറോയിഡ് പോലെ, ഇത് ഉദാഹരണം പറഞ്ഞുതരാം, അതിൽ ഒരു പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ടൊറോയിഡ് പോലെ, 2 ടൊറോയിഡ് പോലെ, 3 1 ഇഞ്ചിൻ്റെ. ഓക്കെ, ഇത് നമ്മൾ 60 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബക്ക് ബൂസ്റ്റിംഗ് ആണ്, അമ്പിയർ ബൂസ്റ്റിംഗ്, ഇതൊക്കെ അതിൻ്റെ ഘടകമാണ്. അപ്പോൾ നമ്മൾ ഇത് 1 ഇഞ്ചിൽ 2 പീസ് വെച്ചിട്ട് നമ്മൾ ചുറ്റപ്പെട്ടാണല്ലോ വരുന്നത്. അത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, നമ്മുടെ MPPT 12 വോൾട്ട് 24 വോൾട്ട് സിസ്റ്റം, അതിനെക്കുറിച്ചൊരു പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, നിങ്ങൾ എവിടുന്ന് ഏത് ബ്രാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ നമ്മൾ 6 സ്റ്റേജ് ആംപിയർ, 6 ടൊറോയിഡ് പോലെയാണ് നമുക്കറിയാലോ. 2 ഇഞ്ചിനെ നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റും. നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എടുക്കുക. ഇതിപ്പോൾ നമ്മൾ 60 ആംപിയർ 24 വോൾട്ടിൻ്റെയാണ്, ഇത് 40 ആംപിയർ 12 വോൾട്ടിൻ്റെയാണ്. ഇതന്നെ കാരണം നമ്മുടെ ചില MPPTകളിലൊക്കെ ആയിരിച്ചേ നമ്മുടെ 48-60 വോൾട്ടിൽ ശരിക്കും 1/2 ഇഞ്ചിൻ്റെ 2 ഉണ്ടാവും. എന്നിട്ട് അതിനെന്തൊക്കെ പറയും, ഞാൻ ആരെയും ഒരു ഇതാക്കിയിട്ട് പറയില്ല. നമുക്കെന്താ ഇതിൻ്റെ പിരാന്തുണ്ടോ? കാരണം ഇത്തരത്തിൽ MPPTയിൽ ഇത്രയും വില പിടിപ്പില്ല ആ സാധനങ്ങളൊക്കെ കുത്തി നിറച്ചിട്ട് കേട്ടാൽ നമുക്കത് പിരാ എന്തെങ്കിലും അതിനെക്കുറിച്ച്
നന്നായിട്ട് അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മളെ ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട ആളുകളോട് എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. കാരണം നമ്മൾ ഈ സോളാർ പാനലിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊരു 3 ലെയർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻസൽ വരും. നമ്മുടെ സോളാറിൻ്റെ ആംബിയറിന് തെല്ലും നമുക്ക് ലോസ് ഇല്ലാതെ നമുക്ക് മാക്സിമം നമുക്കത് ഉപകരിക്കും. അപ്പം പിന്നെ അതുപോലെ ചില MPPT-കൾ നിങ്ങളുടെ MPPT എന്താണ് ഫാന് വർക്ക് ചെയ്യാത്തത് നമുക്കുണ്ടല്ലോ, ഇതിൽ ഫാന് ഇപ്പം ഞാനിപ്പോൾ സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാന് വർക്ക് ചെയ്യാത്തത് ചോദിക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ 70 ഡിഗ്രിയിൽ കൂടുതൽ വന്നാലുള്ളൂ നമ്മുടെ ഫാന് MPPT-ൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതെന്താ വെച്ചാൽ അതിൻ്റെ ഹീറ്റിനെ മാക്സിമം അതിനെ തരണം ചെയ്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ടൊറൈഡ് പോലൊക്കെ വെക്കുന്നതിൻ്റെ ഉള്ള ഗുണമുള്ളത്. അപ്പോൾ ഞാൻ പറയും അത് ഒരു ഉച്ച സമയത്തൊക്കെ ഒരു ഏറിയൊന്നും 1-2 തവണ ഉള്ളൂ. അതൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ 70 ഡിഗ്രിയൊക്കെ കണ്ടിന്യൂസ് ചൂട് വരുമ്പോൾ ഈ ടൊറൈഡ് പോലും കാര്യങ്ങളൊക്കെ കുറച്ച് ഒതുക്കി ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ഞാൻ പറയുന്നത് ഒരു 5-6 ആംബിയറിൻ്റെ ലോസ് അതിലുണ്ടാവും. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, 12, 24, 36, 48 കാണിക്കുന്നുണ്ട്. ചില ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട്, എനിക്ക് ഭാവിയിൽ ഒരു ബാറ്ററി വെക്കുന്നത് എനിക്ക് ഭാവിയിൽ 2 ബാറ്ററി വെക്കുമ്പോൾ MPPT നടക്കുമല്ലോ. അപ്പോൾ നമ്മുടെ എന്താ വെച്ചാൽ നമ്മൾ ഇൻവെർട്ടർ മാറ്റണം, 12-24 ഇൻവെർട്ടർ മാറ്റണം, ബാറ്ററി സെപ്പറേറ്റ് വെക്കണം, അതുപോലെ നമ്മുടെ MPPT മാറ്റണ്ട. ആ ഒരു ഗുണം വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ കാലങ്ങളായി ഒരു 5-6 വർഷം കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ആവുന്നതിന് അപ്പത്തിന് വലിയ അപ്ഡേഷൻ നടന്നിട്ടുണ്ടാവും, അത് വേറെ വശം. അപ്പോൾ അതിൻ്റെ ലാഭം കണ്ടിട്ട് ആളുകൾ ഇത് ചിലവഴിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒരു 3-3.5 വർഷം മുമ്പ് ഇതൊക്കെ ചെയ്തിരുന്നു. ഇതിനൊക്കെ ഡീമെറിറ്റ് കണ്ടിട്ടാണ് നമ്മളിത് ഇത്തരത്തിൽ മാറ്റിയത്. അതെന്താ വെച്ചാൽ 12-24 നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരുപാട് വീഡിയോകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 12 വോൾട്ടും 24 വോൾട്ടും അല്ലെങ്കിൽ 24 വോൾട്ടും 36 അല്ലെങ്കിൽ 24-48 വോൾട്ടിൻ്റെ നമ്മൾ ഈക്വൽ കമ്പൗണ്ട്സുകൾ അതിൽ ആഡ് ചെയ്യണം. അല്ലാതെ ഇതൊരു 12 സ്വിച്ചിങ് 24 സ്വിച്ചിങ് അല്ല, അത് ഈക്വൽ കമ്പൗണ്ട്സ് ആഡ് ചെയ്യുമ്പോൾ അത് 12 വോൾട്ട് കൊടുത്താലും 24 വോൾട്ട് കൊടുത്താലും അതിൽ നമുക്കൊരു ആംബിയർ ലോസിങ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകിച്ച് പറയുന്നത്. അതല്ല ഞാനിത് പറഞ്ഞുണ്ടാക്കി സംഭവം എന്നല്ല, ഇത് ഇതിൻ്റെ ഒരു ജെന്യുവൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത് പറയുന്നത്. അത് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മറുപടികൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട് അല്ലേ സാർ അതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇപ്പം MPPT-ൻ്റെ ഒരു ധാരണ കിട്ടിയല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇത് ചിലപ്പോൾ പ്രൈസിൽ മാറ്റം ഉണ്ടാവും. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയാണ് എനിക്ക് കുറച്ച് പ്രൈസ് കുറഞ്ഞാൽ ആംബിയർ കുറഞ്ഞാൽ ഇനി അത്തരത്തിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് തുടങ്ങേണ്ടി വരും പഴയത്. അതാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 3000 രൂപയുടെയൊക്കെ മാറ്റം അതിലുണ്ടാവും. കാരണം അത് അതിൻ്റെ ചെറിയ ഡിമെറിറ്റ് ഉണ്ടാവുമല്ലോ. കുഴപ്പങ്ങളൊന്നുമില്ല, ചെയ്യാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുകയാണെന്ന് സമയം കിട്ടിയപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതിൻ്റെ ആൻസറാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഉദാഹരണം ഇതിപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ടായപ്പോൾ എനിക്കൊരു ഓർമ്മ വരികയാണ്. നമ്മളെന്താ വെച്ചാൽ ട്രാൻസ്ഫോമറിൽ ഒരു വീഡിയോ ലിങ്ക് ഒന്നും എനിക്ക് ഓർമ്മ ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്. ഇവിടുന്ന് ഇങ്ങനെ ചുരണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം ആ കമ്പനിയുടെ നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്, സർവീസിനെത്തിയിട്ടുണ്ട്. അതിൻ്റെ കമ്പിയുടെ ഇവിടുന്ന് കൊടുക്കുമല്ലോ, നമ്മുടെ ബോർഡിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുമല്ലോ, ആ ഭാഗത്ത് കോപ്പർ, ഇതിൻ്റെ ഈ കുറ്റിയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ അലൂമിനിയം, എന്നിട്ട് അത് കോപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും ആളുകളെ സ്വീപ്പാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യരുത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഈ എന്തിനാണ് കോപ്പറിൻ്റെ ആവശ്യം? അവരോട് എനിക്കിപ്പോൾ കാര്യമായിട്ടൊന്നും പറയാറില്ല. കാരണം കോപ്പറിലൂടെയാണോ ഇത് കണ്ടക്ടിവിറ്റി കൂടുതൽ വരിക, അതുപോലെ നമ്മുടെ അലൂമിനിയത്തിലാണോ കൂടുതൽ വരിക കാര്യങ്ങൾ. അപ്പോൾ അതിന് കുറേ മറുപടികൾ ഉണ്ടാവും. അത് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി, അങ്ങനെ കൊടുത്താൽ മതി, ടേൺസ് കൂട്ടി കൊടുത്താൽ മതി, കുറേ കാര്യങ്ങളുണ്ടാവും. എന്ത് പറഞ്ഞാലും നമ്മുടെ ഇൻവെർട്ടറിൻ്റെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫുൾ കോപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിക്കും ഒരു എക്സ്ട്രാ ലൈഫ് കൂടും. അതുപോലെ നമ്മുടെ സീറോ കറണ്ടിൽ ചാർജ് എടുക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ അലൂമിനിയത്തിന് കുറച്ച് കൂടുതലാവും. ഇങ്ങനെയൊക്കെ ചെറിയ മൈനോറിറ്റി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലെ ദോഷങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുപോലെ ഞാൻ മൊത്തം ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാം. ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതുന്നു. പിന്നെ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിക്കാം. നമ്മളിവിടെ MPPT കാര്യങ്ങളൊക്കെ നമ്മൾ അസംബ്ലിങ് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാ വർക്കേഴ്സും കാര്യങ്ങളും വർക്ക് ഇവിടെ നടക്കുമ്പോൾ ഞാൻ അവരുടെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് മതി എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കാം. വർക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് കഴിയില്ലല്ലോ. ഇത് നമ്മുടെ MPPT ഓരോ പാർട്സുകൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ കണ്ടാൽ എന്തിനാണ് ഞാൻ എടുത്തു ചോദിക്കും. ഈ സാധനങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങനെ കൈമാറും. ഒരു പകുതി ഓരോ സെക്ഷൻ ഓരോ ഭാഗങ്ങൾ ചെയ്തിട്ട് അങ്ങനെ കൈമാറും. MPPT-യുടെ ഭാഗങ്ങളാണ്. അതിൻ്റെ കമ്പൗണ്ട്സും റെസിസ്റ്റൻസും കപ്പാസിറ്ററും വാല്യൂസും കാര്യങ്ങളൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട ഐസിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞുതരാം. ഒന്നുകൂടി വരും.
കുറേ ആളുകൾ ചോദിക്കുന്നത് ചില ടെക്നിക്കൽ ഐഡിയ ആളുകളുണ്ടല്ലോ അവർക്ക് AC ചാർജിങ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. നമ്മുടെ ഇൻവെർട്ടറിൽ നമുക്ക് AC ചാർജിങ് അതാ ഒന്ന് നോക്കി നോക്കൂ, ഒന്ന് കാണിച്ചോളൂ. ഇത് 1500 വീട്, ഇത് 2500 വീടും 1350 വീടൊക്കെ ഏകദേശം ഒരു സെയിമാണ്. നമ്മുടെ ഏകദേശം ഈ റിലേയുടെ ഈ തൊട്ട് താഴെ നോക്കി നോക്കൂ, CH1 ആരിച്ച് കാണിച്ചു കൊടുക്കുക, CH1 CH2. ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ ജമ്പർ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്താട്ടോ. ഈ ജമ്പർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്വിച്ചിങ് നേരെ നമ്മളിവിടെ സ്വിച്ച് കൊടുത്തിട്ട് അവിടെ ഇതിപ്പോൾ UPS മോഡാണ്, ഇവിടെ ഒരു സ്വിച്ച് ഓൺ ഓഫും കൊടുത്താൽ നമ്മുടെ AC ചാർജിങ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രശ്നം. നമ്മൾ ചില കമ്പനികൾ, ഞാൻ പേര് പറയില്ല, നമ്മുടെ കമ്പനി തന്നെ ഓരോ ഫേമസ് ആയ കമ്പനികളിൽ തന്നെ AC ചാർജിങ് ഓൺ ഓഫ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ചില ആളുകൾ ചോദിക്കും അത് നിങ്ങളുടെ MPPTയിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് നടക്കില്ല. കാരണം MPPTയിൽ എന്ത് ചെയ്യും, ബാറ്ററിയുടെ 40% കഴിഞ്ഞാൽ കറണ്ടിലേക്ക് ഷിഫ്റ്റ് ആക്കും. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ചില ശബ്ദം കൊണ്ട് കേൾക്കില്ല. 40% കഴിഞ്ഞാൽ കറണ്ടിലേക്ക് ഷിഫ്റ്റ് ആക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ബാധ്യതയുണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടറിലേക്ക് കറണ്ട് വരുമ്പോൾ കറണ്ട് വഴി ചാർജ് ചെയ്യും, സോളാർ വഴി ചാർജ് ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ അനുവാദം കൂടാതെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. UPS മോഡാണ്, എല്ലാവരും AC ചാർജിങ് അങ്ങോട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ അനുവാദം കൂടാതെ KCBയും ചാർജ് വരില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ SMD IC വെച്ചിട്ടുള്ള ബോർഡുകളുണ്ടല്ലോ, അതിൽ നമുക്ക് അത്തരത്തിലുള്ള സ്വിച്ചുകൾ വെക്കാൻ കഴിയില്ല. പിന്നെ അതിൽ വേറൊരു ദൂഷ്യഫലം കൂടി നമ്മുടെ ബോർഡ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ SMD ഒക്കെ എന്ത് വെച്ചാൽ 90-95% ശരിയാക്കാൻ കഴിയുന്ന ആളുകളില്ല. അത് 90% റീപ്ലേസ് ചെയ്യുക, ബോർഡ് മാറ്റുക, 3000, 2000, 2500 രൂപ ചെയ്യുക. ഇത് നമ്മുടെ ഇൻവെർട്ടറുകളിലൊക്കെ നമുക്ക് ഒരു 1350 രൂപയുടെ ഇൻവെർട്ടർ, ഉദാഹരണം കാണിച്ചു തരാം. ഇൻവെർട്ടറുകളിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 300, 400, 200 രൂപയ്ക്കൊക്കെ പല സാധനങ്ങളും കമ്പോണൻസുകളും നമുക്ക് സർവീസ് ചെയ്യുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതാ നോക്കി നോക്കും, ഇതിൽ നമുക്ക് ഓരോ കമ്പോണൻസുകളും നമുക്ക് നിഷ്പ്രയാസം ഓരോ സെക്ഷൻ നമുക്ക് ഓരോ നമ്മുടെ ഇൻവെർട്ടറുകളൊക്കെ ഓരോ കംപ്ലൈൻറ്റിൻ്റെ ഓരോന്ന് നമുക്ക് അതിൽ കാണിക്കും, ഓരോ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് വെച്ചിട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ MPPTകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഭാഗങ്ങൾ നമ്മൾ ഓരോ സെക്ഷൻ ഭാഗങ്ങളും കൂടി കുറേ ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഫാക്ടറിയിലേക്ക് വരാൻ പറ്റാമോ? ഒരുപാട് വർക്കേഴ്സും കാര്യങ്ങളും. ഇപ്പം ഞാൻ തന്നെ ഇവിടെ നമ്മൾ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കണം പോകുന്ന സമയത്താണ് നമ്മളതിൽ ഉൾപ്പെടുത്തിക്കുന്നത്. ഇപ്പോൾ അവർ കയറാൻ നിൽക്കുകയാണ് ഓരോ ആളുകൾ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്കൊരു തടസ്സമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ കൊറിയർ സെക്ഷനിലൊക്കെ പോകുന്ന പാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യലുണ്ട്. ഒരു 10 മുൻപ് ഒന്നെങ്കിലും ചിലപ്പോൾ ചെറിയ ഡാമേജ് ഒക്കെ ചില കൊറിയർ സെക്ഷനിൽ ചില ഭാഗങ്ങളിലൊക്കെ പ്രയാസം വരാറുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഉടയരുതേ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ഏതായാലും നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ പാക്കിംഗ് സെക്ഷൻ ഭാഗങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. നമ്മളെ ചെക്കിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ, നമ്മളൊരു സാധനം മേക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, താല്പര്യമുള്ള ആളുകൾ. ഇത് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ സെക്ഷൻ ഒരുപാട് നമ്മൾ വീഡിയോകളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ ടെസ്റ്റിങ്ങും ഒക്കെ ഇപ്പോൾ 2000 ഒരു ഇൻവെർട്ടറിൻ്റെ 2000 വാട്ട് ലോഡ് ഔട്ട്പുട്ട് കിട്ടുന്ന നമ്മൾ 2200 വാട്ടൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സഡൻലി കേട്ടോ, കണ്ടിന്യൂസ് നമ്മുടെ 24 വോൾട്ടിലൊക്കെ നമുക്ക് ഒരുപാട് കുറച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഉണ്ടാവും കേട്ടോ, നമ്പർ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഓരോ സെക്ഷനാണ് വരുന്നത്. പ്രോഗ്രാം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി ഞങ്ങളിപ്പോൾ ഈ ഭാഗത്തെ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. ഓരോ സെക്ഷനിലും ഓരോ ഇരിക്കുന്ന ആളുകൾ സെക്ഷനാണ് വരുന്നത്. അസംബ്ലിങ് സെക്ഷനൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതിൽ ഇപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇത് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. 5 kVയുടെ നമ്മൾ 48 വോൾട്ട് സിസ്റ്റം ഇൻവെർട്ടർ. അതുപോലെ നോക്കി നോക്കൂ, MPPTകൾ ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഓരോ സെക്ഷന് 12 ഉണ്ടാവും, 24 ഉണ്ടാവും, ഓരോ സെക്ഷനാണ്. 36 ഉണ്ടാവും, 48 ഉണ്ടാവും, 72 ഉണ്ടാവും, ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മളെന്താ വെച്ചാൽ ഇത്തരത്തിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ മറ്റുള്ള കമ്പനികളൊക്കെ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് ടെക്നിക്കൽ വിഭാഗം എല്ലാവർക്കൊക്കെ അതിനൊക്കെ ഐഡിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു വശം കണ്ടിട്ടാണല്ലോ അതിലേക്കുന്നത്. പിന്നെ ഇനി ഭാഗങ്ങളിലൊക്കെ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറേ ആളുകൾ പറയും ഇതാണ് ടൊറൈഡ് പോയത്. ഇത് ഈ ഒരു വീഡിയോയിലൊക്കെ ഒന്ന് പറയുന്നത് 1 ഇഞ്ചിൻ്റെ 2 വെച്ചിട്ട് ഇതൊക്കെ എന്താ നമുക്കെന്താ പിരാന്തുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇത്തരത്തിലൊക്കെ ചെയ്യാൻ നമുക്ക് എന്താ ഇത്ര പ്രൈസ് മുടക്കിയിട്ട് വെറുതെ ആളുകൾ പൈസ കളയാൻ അതിനൊരു ഗുണം ഉണ്ടാവണമല്ലോ. അത് ഗുണം ഉണ്ടായിട്ട് നമ്മൾ ഒട്ടനവധി ആളുകൾ നമുക്ക് വിളിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഇത്ര ബില്ലിൽ കുറഞ്ഞു, അതൊക്കെ നമുക്കൊരു സംതൃപ്തിയാണ് കേട്ടോ. ഒരാളിപ്പോൾ ആരിസിന് ചിലപ്പോൾ അറിയണ്ടാവല്ലോ, വടകര ഭാഗത്ത് അയാൾക്ക് 7800 രൂപയൊക്കെ ബില്ല്, ഇങ്ങനെ 7000-8000 രൂപ വന്നിരുന്നപ്പോൾ അയാൾക്ക് പറഞ്ഞു എനിക്ക് 850 രൂപ ബില്ല് വന്നിരിക്കുന്നത്. അയാളുടെ സന്തോഷം നോക്കി. അതൊരു ഓഫ് ഗ്രിഡ് ആട്ടോ കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ MPPT സെക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും ഈ ഭാഗങ്ങൾ കാണിച്ചിട്ടില്ല. നമ്മൾ ഇൻവെർട്ടർ സെക്ഷനൊക്കെ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കൈമാറുക ചെയ്യുക. ഓക്കെ, അതുപോലെ ഇങ്ങോട്ട് വരും.
ഓക്കെ, നമ്മുടെ ബോർഡിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമുക്ക് ഒഴിവ് കാര്യങ്ങൾ തിരക്കൊക്കെ ഒഴിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സബ് വെച്ചിട്ട് നമ്മൾ വൈൻഡ് ചെയ്യിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സെക്ഷനൊക്കെ ഓക്കെ. ഇപ്പോൾ എന്താ വെച്ചാൽ ആഴ്ചയൊക്കെ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഒരു സെക്ഷൻ കൂടി എടുത്തു. നമ്മൾ ഈ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു സൈഡിലേക്ക് ആയിരുന്നു. അത് നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് നമ്മളൊരു ഗോഡൗൺ വെച്ചിട്ട് അതിലേക്ക് മാറ്റിയപ്പോൾ ഇനി കുറച്ചുകൂടി വർക്കേഴ്സ് കൂട്ടി നമുക്ക് നല്ല രീതിയിലൂടെ വർക്ക് ഇവിടെയൊക്കെ ഞാൻ ഒന്നുകൂടി സെറ്റ് ചെയ്യാണ്ട്. ഓക്കെ, ഒന്നും കൂടി നോക്കും. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത നമ്മുടെ ടെക്നിക്കൽ വശങ്ങളിലായിട്ടുള്ള നമ്മുടെ ടെസ്റ്റിങ്ങും പല കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകളായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.